ശക്തമായ പ്രചരണത്തിനൊടുവിൽ നിലമ്പൂർ ഇന്ന് വോട്ടെണ്ണൽ ആണ്. കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു വിധിയെഴുത്ത്. അന്ന് 75% വോട്ടാണ് നിലമ്പൂരിൽ രേഖപ്പെടുത്തിയത്. അത് കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 72% വോട്ട് രേഖപ്പെടുത്തിയത്. പിന്നീട് ശക്തമായ മഴയെ പോലും അവഗണിച്ചുകൊണ്ടാണ് വോട്ടർമാർ തന്നെ തങ്ങളുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്താനായി ഈ നിലമ്പൂരിലെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. 75% വോട്ടുകളാണ് രേഖപ്പെടുത്തിയത്. വളരെ ശക്തമായ പ്രചരണം, 20-25 ദിവസം നീണ്ടുന്ന ഒരു ശക്തമായ പ്രചരണം തന്നെയാണ് നിലമ്പൂരിൽ കണ്ടത്. നേതാക്കൾ ഒക്കെ തന്നെ എത്തുന്നൊരു സാഹചര്യം. 4 സ്ഥാനാർത്ഥികളാണ്, പ്രധാനമായും 4 സ്ഥാനാർത്ഥികൾ. ഒപ്പം തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും സ്ഥാനാർത്ഥികൾ ഉണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. കാരണം SDPIക്കായാലും ഒപ്പം തന്നെ UDFനും LDFനും SDPക്കും ഉൾപ്പെടെയുള്ള BJPക്കും ഉൾപ്പെടെയുള്ള എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും സ്ഥാനാർത്ഥികൾ ഉണ്ട് എന്ന് തന്നെയാണ് ഈ ഒരു നിലമ്പൂരിലെ ഈ ഒരു ബൈ ഇലക്ഷൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. UDF സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ MLA ആയിരുന്ന, അല്ലെങ്കിൽ നിലമ്പൂരിൽ ഒരുപാട് കാലം MLA ആയിരുന്ന ആരടൻ മുഹമ്മദിൻ്റെ മകൻ ആരടൻ ഷൗക്കത്ത് UDF സ്ഥാനാർത്ഥിയാകുന്നു. ഒപ്പം തന്നെ LDF സ്ഥാനാർത്ഥിയായി നിലമ്പൂരുകാരൻ തന്നെയായ M സ്വരാജ് എത്തുന്നു. BJP സ്ഥാനാർത്ഥിയായി മോഹൻ ജോർജ് നിലമ്പൂരുകാരൻ തന്നെയാണ്. ഒപ്പം തന്നെ ഈ കേരള കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന നേതാവായിരുന്ന മോഹൻ ജോർജാണ് ഈ നിലമ്പൂരിലെ BJP സ്ഥാനാർത്ഥിയായി എത്തുന്നത്. 2021 തെരഞ്ഞെടുപ്പിലും 2014 തെരഞ്ഞെടുപ്പിലും ഇടത് സ്വതന്ത്രനായിരുന്ന PV അൻവർ ഇത്തവണ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു ടിക്കറ്റിലാണ് ഈ ഒരു നിലമ്പൂരിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് ഈ ഒരു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഏതായാലും വലിയൊരു പ്രചരണം, 20-25 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പ്രചരണം തന്നെയാണ്. എല്ലാ സ്ഥാനാർത്ഥികൾക്കും വേണ്ടിയും പ്രധാനപ്പെട്ട നേതാക്കൾ എത്തി എന്ന് തന്നെയാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. PV അൻവറിന് വേണ്ടി തൃണമൂൽ MP മുൻ ക്രിക്കറ്റ് താരവുമായ യൂസുഫ് പട്ടാനത്തിനെ രംഗത്തിറക്കിക്കൊണ്ട് തന്നെയാണ് PV അൻവർ ഒരു പ്രചരണം നയിക്കുന്നത്. നിലമ്പൂർ നഗരത്തിൽ നിന്നും വഴിക്കടവിലേക്ക് ഏകദേശം 22 കിലോമീറ്ററോളം നടത്തിയ റോഡ് ഷോ ആണ് ഏറ്റവും വലിയൊരു പ്രത്യേകതയായി മാറിയത്. ഒപ്പം തന്നെ M സ്വരാജിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ 3-4 ദിവസം നിലമ്പൂരിൽ നിന്നു തന്നെയാണ് പ്രചരണത്തിന് നേതൃത്വം നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ആരടൻ ഷൗക്കത്തിന് വേണ്ടി പ്രിയങ്ക ഗാന്ധി, നിലമ്പൂർ മണ്ഡലത്തിൻ്റെ MP കൂടിയായ പ്രിയങ്ക ഗാന്ധിയും എത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും വലിയ രീതിയിലുള്ള തുടക്കം തൊട്ട് തന്നെ സ്ഥാനാർത്ഥി നിർണയം മുതൽ വലിയ രീതിയിലുള്ള ചർച്ചകൾക്കും വിവാദങ്ങൾക്കുമൊക്കെ ഒരു കളമൊരുങ്ങിയ ഒരു മണ്ഡലമാണ് നിലമ്പൂർ എന്ന് പറയുന്നത്. ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ UDFിലേക്ക് ചേക്കേറാൻ വേണ്ടി PV അൻവർ ശ്രമിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അതിന് അദ്ദേഹത്തിന് സാധിച്ചില്ല. കാരണം അദ്ദേഹം ഈ PV അൻവർ UDFിൻ്റെ സ്ഥാനാർത്ഥിയായി ആരടൻ ഷൗക്കത്തിനാണ് ടിക്കറ്റ് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. എന്നാൽ PV അൻവർ അതിനെ എതിർക്കുകയും ചെയ്തു. ആരടൻ ഷൗക്കത്ത് നിന്നാൽ ഒരിക്കലും ജയിക്കില്ല എന്നാണ് PV അൻവർ UDF നേതാക്കളോട് അല്ലെങ്കിൽ UDF നേതൃത്വത്തോട് പറഞ്ഞത്. എന്നാൽ അതിനൊക്കെ തള്ളിക്കൊണ്ട് തന്നെയാണ് UDF നേതൃത്വം ആരടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി നിർത്താൻ തന്നെ തീരുമാനിച്ചത്. പിന്നീട് അതിൽ ഒരു എതിർപ്പ് കൊണ്ട് തന്നെയാണ് PV അൻവർ വീണ്ടും മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നത്. തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ ശ്രമിച്ചെങ്കിലും അതിന് പത്രിക തള്ളുകയും ചെയ്തു. പിന്നീട് തൃണമൂൽ സ്വതന്ത്രനായാണ് അദ്ദേഹം ഇപ്പോൾ ഈ ഒരു നിലമ്പൂർ മണ്ഡലത്തിൽ മത്സരിക്കുകയും ചെയ്യുന്നത്. വലിയ രീതിയിലുള്ളൊരു മാർജിനിൽ ജയിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഏകദേശം 30,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്ന് തന്നെയാണ് PV അൻവർ പറയുന്നത്. ഒപ്പം തന്നെ UDF പാനലിൻ്റെ കണക്കൂട്ടൽ എന്ന് പറയുന്നത് 15,000 മുതൽ 15,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കും. അത് 20,000 ഒക്കെ പോകും എന്നുള്ളത് കാര്യം കൂടി അവർ പ്രതീക്ഷ പങ്കുവെക്കുന്നുണ്ട്. എന്നാൽ ഇടതുപക്ഷം 5,000 മുതൽ 10,000 വരെയുള്ള ഒരു ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് തന്നെയാണ് ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ രീതിയിലുള്ള ചർച്ചകൾക്കും വിവാദങ്ങൾക്കും ഒക്കെ കളമൊരുങ്ങിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഇത്. അതിനുശേഷം വരുന്നതാണ് ഈ ഈ വെൽഫെയർ പാർട്ടിയുടെ UDFിലുള്ള പിന്തുണ. അത് വലിയ രീതിയിലുള്ള വിവാദങ്ങളും ചർച്ചകൾക്കും ഇടയായി. കാരണം ജമാഅത്ത് ഇസ്ലാമിനെ പോലും ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് വാങ്ങുന്നു എന്നുള്ള രീതിയിലാണ് ഈ ഇടതുപക്ഷം ഉൾപ്പെടെയുള്ളവർ അതിനെ ജമാഅത്ത് ഇസ്ലാമി എന്നത് ഒരു സംഘടനയുടെ വോട്ട് വാങ്ങാനാണ് UDFിൻ്റെ തീരുമാനമെന്നൊക്കെ രീതിയിലുള്ള ഒരു വലിയ രീതിയിലുള്ള ആക്ഷേപവും ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഏതായാലും
വെൽഫെയർ പാർട്ടി രാഷ്ട്രീയ പിന്തുണ നൽകും എന്ന് തന്നെയാണ് അവർ വാർത്താസമ്മേളനം വിളിച്ചുകൂട്ടി അറിയിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് ഈ മറ്റൊരു ചർച്ചാ വിഷയം അല്ലെങ്കിൽ മറ്റൊരു കോൺട്രവേഴ്സി എന്ന് പറയുന്നത് ഈ ഒരു ഷാഫിയുടെയും രാഹുലിൻ്റെയും വാഹന പരിശോധന തുടങ്ങിയവർ ബന്ധപ്പെട്ട ഒരു കാര്യമായിരുന്നു. അത് യാത്രയ്ക്കിടെ ഇലക്ഷൻ്റെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഈ രാഹുലും ഷാഫിയും സഞ്ചരിച്ച വാഹനം പരിശോധിക്കുകയും അദ്ദേഹത്തിന് പെട്ടെന്ന് പരിശോധിക്കുകയൊക്കെ ചെയ്യുന്നൊരു സാഹചര്യം അത് വലിയ രീതിയിലുള്ള ചർച്ചയായി മാറി. നിലമ്പൂരിൽ വലിയുള്ള ഒരു ചർച്ചയായി മാറി. കാരണം ഈ പാലക്കാട് ഇലക്ഷൻ്റെ സമയത്ത്, പാലക്കാട് തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഹോട്ടൽ മുറികളിൽ ഈ കോൺഗ്രസ് നേതാക്കൾ താമസിച്ച ഹോട്ടൽ മുറികളിൽ ഈ കള്ളപ്പണമുണ്ട് എന്ന് പറഞ്ഞ് രാത്രി പുലർച്ചെ 1 മണിയോടെ ഈ ഒരു പോലീസ് ഇലക്ഷൻ്റെ ഉദ്യോഗസ്ഥർ എത്തി സെർച്ച് ചെയ്യുന്ന ഒരു രീതിയിൽ റെയ്ഡ് ചെയ്യുന്നൊരു രീതിയിൽ ഉണ്ടായിരുന്നു. അത് ഇതിന് സമാനമാണെന്നാണ് ഈ ഒരു സംഭവത്തെ KPCC പ്രസിഡന്റ് ഉൾപ്പെടെ ആഞ്ഞടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും വലിയ രീതിയിലുള്ള ചർച്ചകൾക്കും വിവാദങ്ങൾക്കും ഒടുവിലാണ് ഈ നിലമ്പൂർ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്ന് തന്നെയാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. കാരണം ഒരു ദിവസവും ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ചത് മുതൽ ഓരോ ദിവസവും ഈ വലിയ രീതിയിലുള്ള ചർച്ചകളും വിമർശനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഏതായാലും ശക്തമായ പ്രചരണം തന്നെയാണ് നിലമ്പൂരിൽ ഉണ്ടായിരുന്നത് തന്നെയാണ് ഏറ്റവും വലിയൊരു പ്രത്യേകതയായി നമുക്ക് പറയാനാവുക. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഇലക്ഷൻ വോട്ടെടുപ്പ് നടന്നത്. അതിന് 23-ാം തീയതി ഇന്നാണ് അതിൽ വോട്ടെണ്ണൽ നടക്കുന്നത് എന്നാണ്. രാവിലെ 8 മണിയോടുകൂടി തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും. ചുങ്കത്തറയിലെ ഒരു സ്കൂളിലാണ് വോട്ടെണ്ണൽ നടക്കുന്നത്. രാവിലെ 8 മണിയോടെ ആരംഭിക്കുന്ന വോട്ടെണ്ണൽ ഏകദേശം 10 മണിയോടുകൂടി തന്നെ നമുക്ക് ഇതിൻ്റെ ഏകദേശം ഒരു ഫലം ലഭിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഉപതെരഞ്ഞെടുപ്പാണ്. ഏകദേശം 10-10:30 തന്നെ നമുക്ക് ഫലം പൂർണ്ണമായില്ലെങ്കിൽ ഏകദേശം ഒരു ഫലം ലഭിക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏകദേശം 12 മണിയോടുകൂടി തന്നെ പൂർണ്ണമായൊരു ഫലം നമുക്ക് ലഭിക്കും എന്ന് തന്നെയാണ് അറിയുന്നത്. ഏതായാലും ഈ ഉപതെരഞ്ഞെടുപ്പിന് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രചരണം തന്നെയാണ്. കാരണം UDF സ്ഥാനാർത്ഥി എന്നതിലുപരി മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി എന്നതുപോലെ തന്നെയാണ് അവർ ഈ പ്രചരണത്തിലേക്ക് രംഗത്തിറങ്ങുന്നത്. വീട് കയറാനായാലും ഒപ്പം തന്നെ മറ്റ് പ്രചരണ പരിപാടികളും കൺവെൻഷനുകളൊക്കെ ആയാലും അത് വലിയ രീതിയിലുള്ള മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി എന്നതിൽ മുസ്ലിം ലീഗ് വലിയ രീതിയിലുള്ളൊരു പങ്ക് വഹിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ഒപ്പം തന്നെ മുസ്ലിം ലീഗിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെ ക്യാമ്പയിൻ ചെയ്യുന്നു. PK ഫിറോസ്, അങ്ങനെ യുവ നേതാക്കൾ ഉൾപ്പെടെ TP അഷ്റഫ് അലി ഉൾപ്പെടെയുള്ള PK നവാസ് ഉൾപ്പെടെയുള്ള നേതാക്കളും PMA സലാമും ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും ഇവിടെ എത്തി പ്രചരണത്തിന് രംഗത്തിനിറങ്ങി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ ഒരു CPM അല്ലെങ്കിൽ LDF പ്രധാന പ്രചാരണ ആയുധമായി എടുത്തത് അത് തന്നെയായിരുന്നു. അതായത് മുസ്ലിം ലീഗിൻ്റെ വലിയ രീതിയിലുള്ള വിമർശനം ആര്യടൻ മുഹമ്മദും ആര്യടൻ ഷൗക്കത്തും ഉൾപ്പെടെ മുൻപ് വിമർശനം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അത് വലിയ രീതിയിലുള്ള ചർച്ചയായിരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതിനെയൊന്നും വകവെക്കാതെ തന്നെയാണ് മുസ്ലിം ലീഗ് ശക്തമായ പ്രചരണത്തിലേക്ക് ഇറങ്ങിയത് എന്ന് തന്നെയാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. കാരണം സ്ഥാനാർത്ഥിക്കൊപ്പം മുസ്ലിം ലീഗിൻ്റെ ഓരോ പ്രവർത്തകനും മുസ്ലിം ലീഗിൻ്റെ ഓരോ നേതാവും സ്ഥാനാർത്ഥിക്കൊപ്പം വലിയ രീതിയിലുള്ള പ്രചരണത്തിന് ഇറങ്ങി എന്ന് തന്നെയാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, എല്ലാ നേതാക്കളും കോൺഗ്രസിൻ്റെ ആയാലും UDFൻ്റെ എല്ലാ നേതാക്കളും ഇവിടെ എത്തി. UDFൻ്റെ ഘടകകക്ഷികൾ ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കളും ഇവിടെ എത്തി എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഇവിടെ എത്തി പ്രചരണത്തിന് ഇറങ്ങിയെന്ന് തന്നെയാണ്. ഒപ്പം തന്നെ LDFൻ്റേതായാലും എല്ലാ നേതാക്കളും മന്ത്രിമാരും MLAമാരും ഉൾപ്പെടെയുള്ളവർ ഇവിടെ എല്ലാ മന്ത്രിമാരും എത്തിയെന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. KB ഗണേഷ് കുമാർ ഉൾപ്പെടെയുള്ള മന്ത്രി പ്രചരണത്തിനായി വീട് കയറാനുമൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. എം സ്വരാജിൻ്റെ വിജയത്തിനായി അക്ഷീണം പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ UDFൻ്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയും എല്ലാ നേതാക്കളും എത്തി എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ശക്തമായൊരു പ്രചരണം തന്നെയാണ് ഈ ഒരു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നടത്തിയത്. കാരണം ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലായാലും പുതുപ്പള്ളിയിലും തൃക്കാക്കരയിലും ഈ അടുത്ത കാലത്ത് നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പിലും UDF വലിയ രീതിയിലുള്ള മാർജിൻ വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം അത് നേരത്തെ ഉണ്ടായിരുന്ന സ്ഥാനാർത്ഥിയേക്കാൾ അല്ലെങ്കിൽ MLAയേക്കാൾ വലിയ ഭൂരിപക്ഷത്തിലാണ് UDF ജയിക്കുന്നത്. ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് അത് ഇവിടെയും സംഭവിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് UDF ക്യാമ്പുള്ളത്. അപ്പോൾ തന്നെ ഈ ചർച്ചയായ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് UDF പ്രധാനപ്പെട്ട ചർച്ചയാക്കിയത് മുഖ്യമന്ത്രിയുടെ ആ ഒരു ഇൻ്റർവ്യൂവിലെ പരാമർശമാണ്.
മലപ്പുറം ജില്ലയ്ക്കെതിരെ ഉണ്ടായിരുന്ന പരാമർശമാണ് പ്രധാനമായും UDF ക്യാമ്പ് ചർച്ച ചെയ്തത്. ഒപ്പം തന്നെ LDF ക്യാമ്പ് ചർച്ച ചെയ്ത് എടുത്തു പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് ഈ ജമാഅത്ത് ഇസ്ലാമി ഒരു ചർച്ച അല്ലെങ്കിൽ ആ ഒരു വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ വന്നതിന് ശേഷമുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഒപ്പം തന്നെ സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങളും ഈ കാര്യം LDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഈ നേതാക്കളും ഒപ്പം തന്നെ സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങളൊക്കെ തന്നെയാണ് LDF സ്ഥാനാർത്ഥി മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. UDF ക്യാമ്പ് മറ്റൊരു കാര്യം കൂടി പറയുന്നു. അതായത് കൂരാട് ദേശീയപാതയിലെ വിള്ളലും ഒപ്പം തന്നെ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ മുടങ്ങിയതുൾപ്പെടെയുള്ള കാര്യങ്ങളുമൊക്കെ UDF വലിയ രീതിയിലുള്ള പ്രചരണമായതുമാക്കി മാറ്റുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ LDF ഇത്തരത്തിലുള്ളൊരു പ്രചരണം കൂടി നടത്തുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി, അതായത് കൗണ്ടിംഗ് ഡേയുടെ തലേ ദിവസമായ ഇന്നലെ രാത്രി പോലും വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ആരോപണങ്ങളും പുറത്തേക്ക് വരുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. PV അൻവർ ഉന്നയിച്ച ഒരു ആരോപണം എന്ന് പറയുന്നത് UDFൻ്റെ വോട്ടുകൾ LDFിലേക്ക് ഇടതിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് PV അൻവർ ഉന്നയിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്. ഒപ്പം തന്നെ BJP സ്ഥാനാർത്ഥിയായ മോഹൻ ജോർജും ഇത്തരത്തിലുള്ളൊരു ആരോപണം ഉന്നയിക്കുന്നു. BJP വോട്ടുകൾ UDFിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് മോഹൻ ജോർജ് ഉന്നയിക്കുന്ന മറ്റൊരു വിഷയം എന്ന് പറയുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്കും ചർച്ചകൾക്കും ഒടുവിൽ നിലമ്പൂരിൽ ആര് വാഴും അല്ലെങ്കിൽ ആര് വീഴും എന്നുള്ള കാര്യമാണ് ഇനി അറിയേണ്ടത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 8 മണിയോടെ വോട്ടെണ്ണൽ ആരംഭിക്കുമ്പോൾ ഏകദേശം 10 മണി 10:30 തന്നെ നമുക്ക് ഏകദേശം ഒരു രൂപം ലഭിക്കും. നിലമ്പൂരിൽ ആര് വാഴും ആര് വീഴും എന്നുള്ള രൂപം ലഭിക്കും. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് വളരെ നിർണായകമായൊരു തെരഞ്ഞെടുപ്പാണിത്. കാരണം 2026 അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സെമി ഫൈനൽ എന്ന രീതിയിലാണ് മുന്നണികളും ഒക്കെ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ കാണുന്നത് എന്നാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. ഏതായാലും 8 മണിയോടുകൂടി തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കുന്നത്. ഏകദേശം 10 മണിയോടുകൂടി തന്നെ നമുക്ക് ആരാണ് നിലമ്പൂരിനെ അടുത്ത MLA എന്ന് നമുക്ക് അറിയാൻ സാധിക്കും.